എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ പ്രത്യേകത ഇതിന് നിറയെ ഫ്രൂട്ട്സാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ബ്രെഡാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ബ്രെഡിനുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നേരിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 220 മില്ലി പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് പാൽ അളന്നിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാല് മാറ്റുക. ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഈസ്റ്റ് ചേർത്തിട്ട് അതൊന്ന് പതഞ്ഞ് വന്ന ശേഷം വേണം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ. 3 ടേബിൾ സ്പൂൺ ബട്ടർ. സോഫ്റ്റ് ആയിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടറാണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മൈദ 2.5 കപ്പ്. 250 ml കപ്പിന് 2.5 കപ്പ്, അതായത് 350 ഗ്രാം മൈദ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എല്ലാം ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നാൽ ഇത് കുറച്ച് നേരം കുഴച്ചെടുക്കണം. നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. തുടക്കത്തിൽ കുറച്ച് ഒട്ടലുള്ളതുപോലെ തോന്നിയാലും നമ്മൾ അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് പൊടി ചേർക്കരുത്. ഇതുപോലെ കുറച്ച് നേരം കുഴച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒട്ടലൊക്കെ മാറി വന്നോളും. ഇപ്പോൾ ഇവിടെ മാവ് നല്ല സ്മൂത്തായിട്ട് ഒരു ഇലാസ്റ്റിക് ഡോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു വലിയ ബൗളിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. അതിലേക്ക് ഈ മാവ് ഇറക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ടിത് കവർ ചെയ്തിട്ട് 1.5 മണിക്കൂർ നേരത്തോളം മാറ്റി വയ്ക്കാം. ഇതൊരു ഡബിൾ സൈസായി വരുന്നവർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ മാവ് ഇവിടെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇത് സാവധാനം ഒന്ന് അമർത്തി ഇതിലെ എയർ പുറത്തേക്ക് കളയാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട് ബ്രെഡിലേക്ക് വേണ്ട ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി. ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇതിൽ ഞാൻ കളറിനായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞളിൻ്റെ ഒരു ചുവയൊന്നും വരില്ല കേട്ടോ. നിങ്ങളും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറി ചെറുതായിട്ട് മുറിച്ചത് 1/2 കപ്പ്. കറുത്ത ഉണക്കമുന്തിരി 1/2 കപ്പ്. ഉണക്കമുന്തിരി ഗോൾഡൻ കളറിലുള്ളത് 1/4 കപ്പ്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, കറുവാപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, പിന്നെ ഒരു ജാതിക്ക ഒരല്പം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഓറഞ്ചിൻ്റെ തൊലി എടുത്തത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾ ചെത്തിയെടുക്കുമ്പോൾ അതിൻ്റെ വെള്ള ഭാഗം ഒട്ടും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. വെള്ള ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ലാത്തൊരു കൈപ്രസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഫ്രൂട്ട് മിക്സ് നമുക്ക് നമ്മൾ എയർ കളഞ്ഞു വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് സാവധാനം യോജിപ്പിച്ചെടുക്കുക. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അത് കൂടുതൽ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണെങ്കിൽ അല്പനേരം വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അധിക നേരമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് വെള്ളം മുഴുവൻ വാർന്നു പോയി ഒന്ന് ഒപ്പിയെടുത്തിട്ട് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഇതിലുള്ള ഉണക്കമുന്തിരി രണ്ടും ഇതുപോലെ കുതിർത്തെടുത്തതാണ്. മറ്റേത് രണ്ടും അത്യാവശ്യം ഈർപ്പമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഈ ബ്രെഡിൻ്റെ മാവിലേക്ക് ചേർക്കുമ്പോൾ അത് ഈ ബ്രെഡിലുള്ള ഈർപ്പം കൂടുതലായിട്ട് വലിച്ചെടുത്ത് നമ്മുടെ ബ്രെഡ് കൂടുതൽ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് ഇവിടെ നന്നായിട്ട് ഇതിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ലോഫ് ഷേപ്പ് ആക്കി എടുക്കണം. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒരല്പം പൊടി വിതറി കൊടുക്കാം. അതിലേക്ക് മാവ് വെച്ചിട്ട് ഇതേപോലെ അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കി എടുക്കുക.
നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെഡ് ടിന്നിൻ്റെ ആ നീളത്തിനനുസരിച്ചായിരിക്കണം ഇതിൻ്റെ വീതി. ഇനി ഇത് സാവധാനം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി ഇത് ബ്രെഡ് ടിന്നിലേക്ക് എടുത്ത് വയ്ക്കാം. ഈ ടിന്നിൻ്റെ സൈസ് ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വയ്ക്കാം. സാവധാനം ഒന്ന് അമർത്തി ലെവലാക്കി കൊടുക്കാം. ഇനി ഇത് വീണ്ടും പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ കവർ ചെയ്തിട്ട് ഈ പാത്രത്തിൻ്റെ ഏകദേശം 80% ഫില്ലായി വരുന്നത് വരെ നമുക്കിത് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂറാണ് മാറ്റി വെച്ചത്. ഇത് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും ഇതിൻ്റെ സെക്കൻഡ് പ്രൂഫിങ്ങിനും, കാരണം നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഇനി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടാനായിട്ട് നമുക്ക് എഗ് വാഷ് കൊടുക്കാം. അതിനായിട്ടൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്യുക. നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ പാലിൽ അല്പം പഞ്ചസാര ചേർത്തിട്ട് അത് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അത് ഞാനിപ്പോൾ OTGയിലാണ് ബേക്ക് ചെയ്യുന്നത്. അത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. 190 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വെച്ചിട്ട് ഒരു 40 തൊട്ട് 45 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യാൻ പറ്റും. സ്റ്റൗ ടോപ്പിൽ ബ്രെഡ് എങ്ങനെ ബേക്ക് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ രീതിയിൽ നമുക്കിത് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ OTGയിൽ നമ്മളിത് ചെയ്യുമ്പോൾ പകുതി സമയത്തോളം ആകുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറ് മാറി വരാനായിട്ട് തുടങ്ങും. കൂടുതൽ ബ്രൗണായി പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം കൂടി ബേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടും ബേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഉള്ളിൽ ഇത് വേവാതിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ഇത് ബേക്ക് ചെയ്യാതെ പുറത്തെടുത്താൽ ബ്രെഡിന് എപ്പോഴും ഒരു ഈസ്റ്റിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തത്. ഈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ള ബ്രെഡ് ബേക്ക് ചെയ്യാനായിട്ട് സാധാരണ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡ് ബേക്ക് ചെയ്യുന്നതിനേക്കാളും ഒരല്പം കൂടി കൂടുതൽ സമയം വേണ്ടി വരും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന OTGയുടെ ടൈപ്പ് അനുസരിച്ച് ബേക്കാനുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് മുറിക്കാൻ പാടുള്ളൂ. കാരണം ഈ തണുക്കുന്ന സമയത്തും ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ തലേന്നുണ്ടാക്കി പിറ്റേന്ന് മുറിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഫ്രൂട്ട്സിൻ്റെയും പിന്നെ ബാക്കിയുള്ള എസൻസുകളുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. പിന്നെ ഒട്ടും പൊടിഞ്ഞൊന്നും പോകാതെ നമുക്ക് മുറിക്കാനും പറ്റും. ഇത് പിറ്റേന്നാണ് ഞാനിപ്പോൾ മുറിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. നിങ്ങൾ ഈ രീതി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.